ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ പാഠപുസ്തകത്തിലെ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ പറയുന്ന കണക്കുകളിലെല്ലാം ഉത്തരം മനക്കണക്കായി കണ്ടുപിടിക്കുക. ഓരോന്നും ഭാഗങ്ങളായും സംഖ്യകളുടെ ഗുണനക്രിയയായും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? 9 ലിറ്റർ പാൽ 3 കുട്ടികൾക്ക് ഒരേപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? അതുപോലെ 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? നോക്കൂ, 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഒരേപോലെ വീതിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? 9ൻ്റെ 1/3 ഭാഗം കണ്ടാൽ മതി അല്ലേ. അപ്പോഴല്ലേ അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 9ൻ്റെ 1/3 ഭാഗം എന്ന് എഴുതാം അല്ലേ. 9ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 9/3. 9/3 പറഞ്ഞാൽ എത്രയാണ്? 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പം 3 ലിറ്റർ വീതമാണ് ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ. ഇനി അതിൻ്റെ ഗുണനക്രിയ രൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? 9 × 1/3 എന്ന് എഴുതാം. 9 × 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/3 ആണ്. അത് 3 തന്നെയാണ് അല്ലേ. അപ്പം 3 ലിറ്റർ എന്ന് കിട്ടും. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാണുക? 9ൻ്റെ 1/4 ഭാഗം കാണണം അല്ലേ. 9ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 9/4 ആണ്. 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.25 ലിറ്റർ ആണ് അല്ലേ. എങ്ങനെയാണ് അത് കാണുന്നത്? നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എങ്ങനെയാണ്? 9നെ താഴെയുള്ള 4ൻ്റെ ഏറ്റവും വലിയ, അതായത് 9ന് താഴെയുള്ള 4ൻ്റെ ഏറ്റവും വലിയ ഗുണിതം ഏതാണ്? 8 അല്ലേ. 8 + 1 എന്ന് എഴുതിക്കൂടെ 9ന് പകരം? അപ്പോൾ 8 + 1/4 എന്ന് എഴുതാം. അപ്പോൾ 8/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 ആണ്. പിന്നെ 1/4 എന്നും കൂടെ എഴുതാം അല്ലേ. അപ്പോൾ 2 1/4 എന്ന് എഴുതാം. നമുക്കിത് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നോക്കൂ, 9/4 എന്ന് പറഞ്ഞാൽ 9നെ 4 കൊണ്ട് ഹരിക്കുകയാണല്ലേ. ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. 9നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 9ൽ എത്ര 4 ഉണ്ട്? 2 4 അല്ലേ. ഹരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മുകളിൽ ആ 2 എന്ന് എഴുതി. ഇനി ആ 2 4 8 അല്ലേ. അപ്പോൾ 8 താഴെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 9 നിന്ന് 8 കുറക്കുക. അപ്പോൾ എത്രയാണ് ശിഷ്ടം കിട്ടുന്നത്? 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഹരിച്ചപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ല. എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2 എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് ശിഷ്ടം എത്ര കിട്ടിയെന്ന് വെച്ചാൽ അത് മുകളിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ എന്ത് എഴുതുക? അംശമായിട്ട് 1 എന്ന് എഴുതുക. ശിഷ്ടം കിട്ടിയത് എഴുതുക. ഛേദമായിട്ട് ആദ്യം എത്രയാണോ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണോ നമ്മൾ ഹരിച്ചത്, അത് എഴുതുക. അതായത് 4 എന്ന് എഴുതുക. അപ്പോൾ 9നെ 4 കൊണ്ട് ഹരിച്ചത് നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? 2 1/4 എന്ന് എഴുതുക അല്ലേ. 2 ഉത്തരമായിട്ട് കിട്ടിയതാണ്, അത് ആദ്യം എഴുതി. പിന്നെ ശിഷ്ടം കിട്ടിയത് അംശമായിട്ട്, അതായത് ഛേദമായിട്ട് മുകളിൽ എഴുതി. താഴെ എന്ത് എഴുതുക? അതിൻ്റെ 4 എന്നില്ലേ, 4 കൊണ്ടല്ലേ ഹരിച്ചത്, 9/4 അല്ലായിരുന്നു. ആ 4നെ താഴെ എഴുതി കൊടുക്കുക. അങ്ങനെ 2 1/4 നമുക്ക് ആൻസർ കിട്ടും. ഇനി അത് ഗുണനക്രിയ രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 9 ഗുണിക്കണം 1/4. 9നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 അല്ലേ. 9/4 എന്ന് എഴുതാം. 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എത്രയാണ്? 2 1/4 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 2.25 ലിറ്റർ എന്നാണ് അല്ലേ. ഒരാൾക്ക് 4 ആൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ, 9 ലിറ്റർ പാല് 4 ആൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ 2.25 ലിറ്റർ വീതമാണ് കിട്ടുക എന്ന് സാരം. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 4 സഞ്ചികളിലാക്കിയാലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? 6 കിലോഗ്രാം അരി ഒരേപോലെയുള്ള 5 സഞ്ചികളിലാക്കി എന്നാണ് പറഞ്ഞത്. അതായത് 6ൻ്റെ 1/5 ഭാഗമായിരിക്കും ഒരു സഞ്ചിയിൽ ഉണ്ടാവുക അല്ലേ. 6ൻ്റെ 1/5 ഭാഗം അതെത്രയാണ്? 6 × 1 എന്ന് പറഞ്ഞാൽ 6/5. 6/5 എന്ന് കിട്ടിയില്ലേ. 6/5 എന്ന് എങ്ങനെയാണ് എഴുതുക? ഒന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 6നെ 5 കൊണ്ട് ഹരിക്കുക. ആൻസർ 1 കിട്ടും. 1 5 5 ശിഷ്ടം 1 അല്ലേ. അപ്പോൾ 1 1/5 എന്നാണ് എഴുതേണ്ടത്. മുകളിലുള്ള 1 ആദ്യം വലുതാക്കി എഴുതുക. പിന്നെ താഴെ ഉള്ളത് അംശാക്കിയിട്ട് എഴുതുക. ഛേദാക്കിയിട്ട് എന്താണോ ഛേദം നമുക്ക് ഉണ്ടായിരുന്നത് അത് തന്നെ എഴുതുക. അതായത് 1/5 തന്നെ എഴുതുക അല്ലേ. അപ്പോൾ 1 1/5 കിലോഗ്രാമാണ് ഒരു സഞ്ചിയിൽ ഉണ്ടാവുക. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താ? 4 സഞ്ചികളിലാക്കിയാലോ. അതായത് 6 കിലോഗ്രാം അരി 4 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, അതിൻ്റെ മുന്നേ അതിൻ്റെ ഗുണനക്രിയ രൂപത്തിലൊന്ന് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അപ്പോൾ അതെങ്ങനെ എഴുതുക? 6 × 1/5 അല്ലേ. 6 × 1/5 പറഞ്ഞാൽ 6/5 ആണ്. 6/5 പറഞ്ഞാൽ എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു അല്ലേ. എന്താണ്? 1 1/5 കിലോഗ്രാം എന്നാണ്.
ഇതിപ്പോൾ നമ്മോട് മനക്കണക്കായിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ഊഹിച്ച് നോക്കിയാൽ മതി. 6 കിലോഗ്രാം അരിയാണ്, അത് 5 സഞ്ചിയിലാക്കി. 5ലും ഓരോ കിലോ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 1 കിലോ ബാക്കി ഉണ്ടാവില്ലേ? അപ്പോൾ ആ 1 കിലോനെ വീണ്ടും 5 എണ്ണമായിട്ട് ഭാഗിക്കണം. അപ്പോൾ ഓരോന്നിക്കും എത്രയും കൂടിയും വരും? 1/5 കൂടെ വരും. അതായത് 1 കിലോയും 1/5 കൂടെയാണ് ഒരു സഞ്ചിയിൽ ഉണ്ടാവുക എന്ന് സാരം. അത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? ഇനി അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 4 സഞ്ചികളിലാക്കിയാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 സഞ്ചിയിൽ 6 കിലോഗ്രാം ആക്കുമ്പോൾ എത്ര വീതം ഉണ്ടാവും? ആദ്യം ഓരോ കിലോഗ്രാം വെച്ച് നമുക്ക് ആക്കി വെക്കാം അല്ലേ? അപ്പോൾ 4 സഞ്ചിയിൽ ഓരോ കിലോ ആയി. ബാക്കി എത്ര ഉണ്ടാവും? 2 കിലോ കൂടെ ഉണ്ടാവും. ആ 2 കിലോ എത്ര വീതം ഇടാം? 4 സഞ്ചിക്ക് അര വീതം ഇട്ടൂടെ? 4 സഞ്ചിക്കും അര വീതം ഇടുമ്പോൾ ആ 2 കിലോ തീരൂലേ? അപ്പോൾ 6ന് 1/4 ഭാഗം, 6ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 കിലോഗ്രാം ആണ് അല്ലേ? ഇനി അതിനെ ഗുണനക്രിയാരൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 6 × 1/4. അപ്പോൾ എത്രയാണ്? 1/2 കിലോഗ്രാം എന്ന് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അതുപോലെ 3 സമഭാഗങ്ങളാക്കിയാലോ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് അതും കാണേണ്ടത്. അതായത് 7ൻ്റെ എത്ര ഭാഗമാണ്? 1/6 ഭാഗമാണ് കാണേണ്ടത് അല്ലേ? അപ്പം നോക്കൂ, 7ൻ്റെ 1/6 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/6 ആണ് അല്ലേ? 7/6 എന്ന് പറഞ്ഞാൽ 1/6 മീറ്റർ അല്ലേ? സൈഡിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 7/6 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 1/6 കിട്ടിയത് എന്ന്? 7നെ 6 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം ആ 1 എന്ന് എഴുതുക. പിന്നെ ശിഷ്ടം എത്രയാണോ കിട്ടിയത് അത് അംശമായിട്ടും ഛേദം തന്നെയായിട്ടും എഴുതുക. അതായത് 1/6 എന്ന് എഴുതുക. ഇനി നമ്മൾ മനസ്സിൽ അതൊന്ന് ചെയ്ത് നോക്കുക. അതായത് 7 മീറ്റർ നീളമുള്ള ചരടാണ്, അതിനെ 6 ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മീറ്റർ എടുത്താൽ ബാക്കി 1 മീറ്ററും കൂടെ ബാക്കി ഉണ്ടാവും. ആ 1 മീറ്ററിനെ വീണ്ടും 6 ആക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 അല്ലേ? അപ്പോൾ 1 മീറ്ററും പിന്നെ 1/6 കൂടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടി എഴുതാം? 1/6 മീറ്ററിന് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ ഗുണനക്രിയ രൂപത്തിൽ എങ്ങനെ എഴുതാം? 7 × 1/6 എന്ന് എഴുതാം. 7 × 1/6 എന്ന് പറഞ്ഞാൽ 7/6 ആണ്. 7/6 എന്ന് പറഞ്ഞാൽ 1/6 മീറ്റർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ? എന്താണ്? 3 സമഭാഗങ്ങളാക്കിയാലോ എന്ന്. അങ്ങനെ 3 ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? 7ൻ്റെ 1/3 ഭാഗമാണ് കാണേണ്ടത് അല്ലേ? 7ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/3 അല്ലേ? 7 × 1 7 ആണ്, /3 അങ്ങനെ 7/3 എന്ന് എഴുതാം. 7/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എങ്ങനെയാണ് എന്നുള്ളത് സൈഡിൽ ഹരണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ആദ്യം എഴുതുക. അതായത് 2 എന്ന് ആദ്യം എഴുതുക, പിന്നെ ശിഷ്ടം മുകളിൽ എഴുതുക, താഴെ /3 എന്ന് എഴുതുക അല്ലേ? അപ്പോൾ 2 1/3 മീറ്ററിന് കിട്ടും. ഇനി അതെല്ലാം മനക്കണക്കായിട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും? 7 മീറ്റർ നീളമുള്ള ചരടിനെ 3 ഭാഗമാക്കുകയാണ്. അപ്പോൾ 6 മീറ്റർ ആവുമ്പോൾ 2 മീറ്റർ വീതം ഉണ്ടാവും അല്ലേ? 2 മീറ്റർ വീതം എടുത്താൽ 6 മീറ്റർ ആവും. ബാക്കി 1 മീറ്ററും കൂടെ ഉണ്ടാവും. അതിനെ വീണ്ടും 3 ഭാഗമാക്കണം. ഒരു മീറ്ററിനെ വീണ്ടും 3 ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ 1/3 കൂടി. അപ്പോൾ 2 മീറ്റർ ഓരോന്നും ഉണ്ട്, പിന്നെ അതിക്ക് വീണ്ടും 1/3 കൂടെ കൂട്ടുക. അപ്പോൾ 2 1/3 മീറ്ററിന് ആൻസർ കിട്ടും. ഇനി അതിൻ്റെ ഗുണനക്രിയ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? 7 × 1/3 സമം 7/3 സമം എന്തെഴുതാം? 2 1/3 മീറ്റർ എന്ന് എഴുതാം അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൈക്കൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.